ശബരിമല തന്ത്രി നിയമനത്തിൽ 3-അംഗ സമിതിയെ നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തന് താന്ത്രിക രംഗത്ത് മികവുണ്ടോ എന്ന് സമിതി പരിശോധിക്കും. ബ്രഹ്മദത്തനെ തന്ത്രിയായി ചുമതലപ്പെടുത്തുന്നതിൽ സമിതിയുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കും. സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ചാകും ബ്രഹ്മദത്തന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. വിവരങ്ങളുമായി വീണയുണ്ട് തലസ്ഥാനത്ത് നിന്ന്. വീണ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിൽ ദേവസ്വം ബോർഡിന് തന്നെ തീരുമാനമെടുക്കാം എന്ന രീതിയിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ ദേവസ്വം ബോർഡ്? വീണ. തീർച്ചയായും പ്രജിത്ത്, അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെ തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട മുൻ തന്ത്രി കണ്ഠരര് രാജീവർ നൽകിയ കത്ത്. ആ കത്തിൽ ഉന്നയിച്ചിരുന്ന ആവശ്യം മകനായ ബ്രഹ്മദത്തനെ ആ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കണം, തന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ബോർഡ് യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബോർഡിനെ നിയോഗിച്ചുകൊണ്ട് ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ബ്രഹ്മദത്തന് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് താന്ത്രിക വിധി കർമ്മങ്ങളിൽ മികവുണ്ടോ എന്നുള്ളൊരു പരിശോധന ഈ ഒരു പ്രത്യേക സമിതി ആയിരിക്കും അത് കണ്ടെത്തുക. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം ഈ ഒരു നിർദ്ദേശം, അത് സമിതി എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അത് ഹൈക്കോടതിയെ അറിയിക്കും. ഹൈക്കോടതിയെ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയായതും. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രജിത്ത്. വീണ, ഈ 3-അംഗ സമിതി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഘടന സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ വീണ? ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ബോർഡ് ആസ്ഥാനത്ത് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യോഗത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിദഗ്ധരായ തന്ത്രിമാർ ഉൾപ്പെട്ട സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമിതിയുടെ കാലാവധിയോ എങ്ങനെയായിരിക്കും സമിതി ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ നടത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. തുടർ നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ തന്നെ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിത്ത്.